1986 പത്മരാജൻ കഥയെഴുതി സംവിധാനം ചെയ്ത രണ്ട് പെൺകുട്ടികൾക്കിടയിലുള്ള ശക്തമായ ഒരു ബന്ധത്തിന്റെ കഥ പറയുന്ന സിനിമയായിരുന്നു ദേശാടനക്കിളി കരയാറില്ല. ഇതൊരു ലെസ്ബിയൻ സിനിമ അല്ല എന്നും ആണെന്നും രണ്ട് വാദങ്ങൾ ഇപ്പോഴും ദേശാടനക്കിളിയെ പറ്റി ഏറിലുണ്ട്. എന്തായാലും സ്കൂൾ കുട്ടികളായ നിമ്മിയെയും സാലിയെയും ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇവർ തമ്മിലുള്ള ഭയങ്കര ഡീപ്പായ ഒരു കണക്ഷൻ, അതാണ് സിനിമ. ഇതിൽ എടുത്തു പറയേണ്ടത് കാർത്തികയുടെയും ഷാരിയുടെയും ഗംഭീര പ്രകടനങ്ങളാണ്. ഷാരിയുടെ കണ്ണുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പത്മരാജൻ ഷാരിയെ തന്റെ സിനിമയിലേക്ക് വിളിച്ചതിന്റെ കാരണവും അത് തന്നെയാണ്. പത്മരാജൻ ഷാരിയോട് പറഞ്ഞത് ഈ കണ്ണുകളാണ് തന്റെ പുതിയ കഥാപാത്രത്തിന് ആവശ്യം. മലയാളത്തിൽ നടിമാരില്ലാത്തത് കൊണ്ടല്ല താൻ ഷാരിയെ സെലക്ട് ചെയ്തതെന്നും മുഖത്തെ ഭാവങ്ങൾ ജനങ്ങളിലേക്ക് വേഗം എത്താൻ കണ്ണുകൾ സഹായിക്കുമെന്നുമാണ്. അന്നത്തെ കാലത്ത് വലിയ ഹിറ്റൊന്നും അല്ല സിനിമയെങ്കിലും ഇപ്പോൾ ഇടയ്ക്കിടെ ടിവിയിൽ വരാറുള്ള കൂടുതൽ ആരാധകരുള്ള ഒരു സിനിമയാണ് ദേശാടനക്കിളി കരയാറില്ല. ഒരുപാട് പേര് ഒരുപോലെ വിമർശിക്കാൻ സാധ്യതയുള്ള ഒരു സബ്ജക്ട് തന്നെ ആയിരുന്നു അത്. എന്നിട്ടും മോഹൻലാലിനെ പോലൊരു സ്റ്റാറിനെ വെച്ച് ഒരു മുഖ്യധാര സിനിമയായി അത് ചെയ്യാൻ പത്മരാജൻ കാണിച്ച ധൈര്യം